സന്തോഷമുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവമൊരുക്കിയ അവസരത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഞാനത് വായിക്കട്ടെ. നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിൽ നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പറഞ്ഞ ഈ ഒരു കാര്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുക. എന്താണെന്നറിയാമോ? കൊരിന്ത്യ സഭയ്ക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി. അവർക്ക് ദൈവം ഒരു ദാനം കൊടുത്തു, ഒരു സന്തോഷം കൊടുത്തു, ഒരു പ്രത്യാശ കൊടുത്തു, ഒരു ഗിഫ്റ്റ് കൊടുത്തു. അതെന്തെന്നറിയാമോ? ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലുള്ള എന്തൊക്കെ നമുക്ക് ലഭിച്ചാലും അതൊന്നും നമുക്കൊരു സന്തോഷം നൽകുന്നതല്ല. അഥവാ സന്തോഷം ലഭിച്ചാലും അതിനൊക്കെ ചില പരിമിതികളുണ്ട്. എന്നാൽ സന്തോഷം നിലനിൽക്കണമെങ്കിൽ ദൈവത്താൽ ലഭിക്കപ്പെടുന്ന ഗിഫ്റ്റ് നമുക്ക് ലഭിക്കണം. ദൈവത്തെ അറിയുന്ന ഒരു ദൈവവൈദ്യന് ദൈവം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് ക്രിസ്തുവേശുവിൽ കൂടെയുള്ള ദൈവകൃപ. സ്തോത്രം. കൃപ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം ദാനമായി നൽകുന്ന ഒരു ഗിഫ്റ്റാണ് കൃപ. നമ്മളൊന്നും അർഹരൊന്നുമല്ല, പക്ഷെ ദൈവം നമ്മളെ അങ്ങ് അർഹരാക്കി. കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒഴുകിയ രക്തത്താൽ നമുക്കൊരു വീണ്ടെടുപ്പുണ്ടായി. ആ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവവൈതലിന് ദൈവം കൊടുക്കുന്ന ഒരു വലിയ ഗിഫ്റ്റാണ് ദൈവകൃപ. പൗലോസ് ചില രോഗത്താലൊക്കെ ഭാരപ്പെട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്ന് ദൈവത്തോട് ചോദിച്ച് ദൈവം ഇതൊന്ന് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം അപ്പോഴും കൊടുത്തൊരു ഗിഫ്റ്റ് ഇതേ ഉള്ളൂ. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി. ഈ പകൽവേളയിൽ എനിക്ക് പറയുവാനുള്ളത്, ഈ ദൈവകൃപ ലഭിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത്. അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 1-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നു, സമ്പന്നത ദൈവത്തിന്റെ കൃപയാൽ ലഭിക്കുന്നതാണ്. സമ്പത്ത്. 6-ാം വാക്യം പറയുന്നു, അവനിൽ നിങ്ങൾ സകലത്തിനും വിശേഷ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. അപ്പോൾ നമ്മള് സാമ്പത്തിക സമ്പന്നത മാത്രം, സാമ്പത്തികത്തിൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹമല്ല സമ്പന്നത എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി ദൈവിക പരിജ്ഞാനം നമുക്കൊരു സമ്പന്നതയാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന് ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും താൻ തൃപ്തിപ്പെടാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് കൊടുത്ത ഒരു വലിയ സമ്പത്താണ് സ്വർഗീയ ജ്ഞാനം. അപ്പൊ ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ ഗിഫ്റ്റാണ് എന്താണ്? സമ്പന്നത. സ്തോത്രം. അപ്പൊ ദൈവകൃപ പ്രാപിച്ച ദൈവവേദനാണോ നിങ്ങൾ? നിങ്ങളെ ദൈവ സമ്പത്ത് കൊണ്ട് ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. ആത്മീക സമ്പന്നത, ശാരീരിക സമ്പന്നത, ഭൗമിക സമ്പന്നത, അങ്ങനെ ഒരുപാട് സമ്പന്നത കൊണ്ട് നിറയ്ക്കുന്നവനാ ദൈവം. അത് പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ പ്രാപിക്കണം. 2, 7-ാമത്തെ വാക്യം പറയുന്നു, കൃപ ലഭിച്ചവർക്കാണ് പ്രത്യാശ ലഭിക്കുന്നത്. പ്രത്യാശ. ദൈവകൃപയുള്ള ദൈവവേദന ഒരു പ്രത്യാശയുണ്ട്. എന്റെ കഷ്ടതയുടെ നാളുകളിൽ ദൈവം എന്റെ കൂടെയുണ്ട്. സ്തോത്രം. എന്റെ വേദനയുടെ നാളുകളിൽ ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു പ്രത്യാശ കൃപ ലഭിച്ച ദൈവമക്കൾക്ക് അതുണ്ടാകത്തുള്ളൂ. സ്തോത്രം. 3-ാമത് 8-ാമത്തെ വാക്യം പറയുന്നു, കൃപ ലഭിച്ചവർക്ക് ഒരു ഉറപ്പ് ലഭിക്കും. നമുക്കൊരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് കൃപയിൽ കൂടെ, ദൈവകൃപയിൽ കൂടെ. ഉറപ്പ്, നമുക്കൊരു ധൈര്യം വരിക. എനിക്ക് ആരും തന്നില്ലെങ്കിലും എൻ്റെ ദൈവം എനിക്ക് തരുമെന്നുള്ളൊരു ഉറപ്പ്. ഓ സ്തോത്രം. പൗലോസൊക്കെ കർത്താവിന്റെ വേല ചെയ്ത് അതുകൊണ്ടാണ്. എന്റെ ജീവിതത്തിൽ പൗലോസ് പറയുന്ന, എന്റെ ജീവിതത്തിൽ പട്ടിണി വന്നാലും പരിഭവം വന്നാലും വേദന വന്നാലും എനിക്കതൊന്നും വിഷയമില്ല. കാരണം എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. സ്തോത്രം. അപ്പൊ കൃപ പ്രാപിച്ച ദൈവവേദനക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണ് എന്താണെന്നറിയോ? ഒരു ഉറപ്പ്. എല്ലാവരുടെ മുമ്പിൽ ധൈര്യത്തോടെ എന്റെ കർത്താവ് എനിക്ക് സാധ്യമാക്കി തരും എന്നുള്ള ഒരു ഉറപ്പ് പറയുന്നു. 4-ാമത്തേത് 9-ാമത്തെ വാക്യം, നമുക്ക് വിശ്വസ്തനായ ഒരാളെ ദൈവം നമുക്ക് തരിക. 9-ാമത്തെ വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പൊ നമുക്കൊരു വിശ്വസ്തനായ ഒരു ജീവിത പങ്കാളിയെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമുക്ക് നിൽക്കാൻ ലഭിക്കുന്ന ദൈവകൃപ ലഭിച്ചവർക്ക് മാത്രമേ ഈ വിശ്വസ്തനായ
ആളിനെ നമുക്ക് ദൈവം കിട്ടും. അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് എന്തെന്നറിയോ? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന കാര്യസ്ഥനെ അയക്കുക. യേശു തൻ്റെ ശിഷ്യന്മാരെ വിട്ടിട്ട് പോകുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട, പക്ഷെ ഞാൻ പോയിട്ട് ഞാൻ എൻ്റെ കാര്യസ്ഥനെ അയക്കും. സ്തോത്രം. അപ്പോൾ വിശ്വസ്തനായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വസ്തയോടെ നമ്മുടെ കൂടെ നിൽക്കുവാൻ ഒരാളെ നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം കൃപ കിട്ടിയാൽ, കൃപ പ്രാപിച്ചൊരു ദൈവത്തിലാണോ, ഈ 4 അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകും. ആകയാൽ ദൈവകൃപയ്ക്കായി ഇന്ന് മുതലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. നിങ്ങളുടെ ആരാധനയിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു വിശ്വാസം, ദൈവമേ, എന്നത്തെ എൻ്റെ ആരാധനയിൽ എനിക്ക് വേണ്ടത് അങ്ങയുടെ കൃപയാണ്. എൻ്റെ ഈ പ്രാർത്ഥനയിൽ, എൻ്റെ ഉപവാസത്തിൽ എനിക്ക് വേണ്ടത് അങ്ങയുടെ കൃപയാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കും. അതിന് മറ്റൊന്നും കാരണമല്ല. കൃപ, ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ട നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകാൻ പോകുകയാണ്. ഈ ദൈവത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കാം, കൃപ പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ മുട്ടുകളെ മടക്കാം. നിങ്ങളുടെ സകല ആവശ്യങ്ങളിൽ മേലും ഈ കൃപ മതി. ആകയാൽ കൃപയ്ക്കായി യാചിക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.